ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് സ്റ്റാർ ഓർ വൈ കണക്ഷൻ അതെങ്ങനെയെന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ നോക്കുക, ഒരു സ്റ്റാർട്ട് ഫിനിഷ്, നിങ്ങളിങ്ങോട്ട് നോക്കിയാൽ മതി, ഒരു സ്റ്റാർട്ട് ഫിനിഷ് 6 ഫേസ്, 3 ഫേസ് 6 വൈ ബി ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഒരു സ്റ്റാർട്ട് ഒരു ഫിനിഷായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ചെയ്തു വെച്ചു. അപ്പോൾ ഈ സ്റ്റാർട്ടിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ കറണ്ട് പോയി ഇങ്ങനെ പോയിട്ട് ലോഡിൽ കൂടെ പോകും. ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ഇമ്പിഡൻസ് ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇതാണ് ഒരു ഫേസ്. അതേപോലെ വൈയും ബിയും വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കോമൺ ആയിട്ട് ഒന്നില്ലെങ്കിൽ സ്റ്റാർട്ട് പൊസിഷനെ കോമൺ ആക്കിയിട്ട് എടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫിനിഷ് പൊസിഷനെ കോമൺ ആക്കിയിട്ട് എടുക്കും. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ സ്റ്റാർട്ടും ഫിനിഷും. അപ്പോൾ അടുത്ത വൈനെ ഞാൻ പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഇതേപോലെ സ്റ്റാർട്ടും ഫിനിഷും ആയിട്ട് ഇങ്ങനെ ഫിഗർ വരച്ചു. ഓക്കെ, അതേപോലെ ഇത് നമ്മൾക്ക് ഇത് കണക്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറണ്ട് എപ്പോഴും എവിടുന്നാണ് പോകണത്, സ്റ്റാർട്ടിലോട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് പോണത്. ഇനി അതേപോലെ ബി ഫേസിനെടുത്തു, ആർ വൈ ബി ആണ്, ബി ഫേസിനെടുത്തു നമ്മൾ നെയിം ചെയ്യാണ് ആർ വൈ ബി. അപ്പോൾ 6 നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ വരച്ച് വെച്ചു, വൈയുടെ എങ്ങനെ വരച്ച് വെക്കും, ബിയുടെ എങ്ങനെ വരച്ച് വെക്കും. അപ്പോൾ എന്താണ്, ബിയുടെ സ്റ്റാർട്ട് പൊസിഷൻ ഇവിടെ വന്നു, ഫിനിഷ് പൊസിഷൻ വന്നു. അപ്പോൾ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഇങ്ങനെ ഒരു കണക്ഷൻ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന സ്റ്റാർട്ട് പൊസിഷൻ എല്ലാം കോമൺ ആയിട്ട് എന്ത് ചെയ്യാൻ പോവുക, കണക്ട് ചെയ്യാൻ പോവുക. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു ലൈൻ എക്സ്ട്രാ വരും. ഓക്കെ, അപ്പോൾ ആ ലൈൻ എങ്ങനെയാണ്, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം. ഇൻ ദിസ് മെത്തേഡ് സിമിലർ എൻഡ്സ്, ദാറ്റ് ഈസ് സ്റ്റാർട്ട് ഓർ ഫിനിഷ് ഓഫ് ദ 3 ഫേസ് ആർ ജോയിൻഡ് ടുഗദർ ടു ഫോം എ കോമൺ ജംഗ്ഷൻ കോൾഡ് ന്യൂട്രൽ. അതാണ് എൻ, ന്യൂട്രൽ എന്ന് നമ്മൾ പറയല്ലേ. ദ കോമൺ ജംഗ്ഷൻ എൻ ഈസ് കോൾഡ് ദ സ്റ്റാർട്ട് പോയിന്റ് ഓർ ന്യൂട്രൽ പോയിന്റ്, സ്റ്റാർ പോയിന്റ് ഓർ neutral point. Consider the 3 phases, that is windings of the alternator connected to a 3 identical impedances as shown in the figure 36. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഫിഗറാണ് പറഞ്ഞത്. സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഓരോ ഫേസും നമ്മൾ എന്ത് ചെയ്തു, വരച്ചിട്ട് കാണിച്ചു തന്നു. ഇത് കണ്ടില്ലേ, ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് 6 വൈ ബി ഒറ്റ കാര്യം ചെയ്തുള്ളൂ, സ്റ്റാർട്ടിനെ പിടിച്ചിട്ട് നമ്മൾ കോമൺ ആക്കാനുള്ള രീതിയിൽ വരച്ചു വെച്ചു. ഇത് നേരത്തെ നമ്മൾ വരച്ചില്ല, ഈ വരച്ചതിനെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു ഫിഗർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വ്യത്യാസം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ആ വരച്ച ഫിഗർ ഉണ്ടല്ലോ, അതിൽ നമ്മൾ എന്ത് ചെയ്തു, എല്ലാ സ്റ്റാർട്ടിനെയും കൂടിയിട്ടാണ്ട് നമ്മൾ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. അപ്പോൾ നമ്മളെങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് നോക്കാം. നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ സ്റ്റാർട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ വരച്ചിട്ട് വൈയുടെ, ഇത് 6ൻ്റെ ആണെങ്കിൽ ഇത് വൈയുടെ, പിന്നെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയണ എല്ലാറ്റിനും പിടിച്ചിട്ട് കോമൺ ആക്കിയതാണ് ഈ കാണുന്നത്, അതാണ് ന്യൂട്രൽ. ഓക്കെ, ഇനി ഇതിങ്ങനെ പോയാൽ മാത്രം മതിയോ, നേരത്തെ ഇതേപോലെ ഇമ്പിഡൻസിൻ്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യും, കോമൺ പോയിന്റ് വന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഈ സ്റ്റാർട്ടിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ഈ കറണ്ട് IR ഇങ്ങനെ ഫ്ലോ ചെയ്തു. വല്ല കുഴപ്പമുണ്ടോ, ഇല്ല. ഇനി IY ആണെങ്കിലോ, കറണ്ട് ഇതാ ഇങ്ങനെ വന്നിട്ട് ജന പോയി. IB ആണെങ്കിലോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിൽ കൂടെ IR + IY + IB എന്നുള്ളൊരു ഇത് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു IN. അതാണ് ന്യൂട്രൽ കറണ്ട് എന്ന് പറയുന്നത്. Consequently, the 3 return conductors together to form a single return conductor as shown in the figure 37. അതാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണിച്ചത്. This constitutes 3-phase 4-wire star connected system. The return conductor is called neutral wire and carries the phasor sum of the 3 currents, that is IR + IY + IB, that is phasor sum. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോവുകയാണ് എന്ത്, നമ്മൾ നേരത്തെ ഒരു കാര്യം പറയുന്നു, നമ്മളുടെ ഇമ്പിഡൻസും എല്ലാം മാഗ്നിറ്റ്യൂഡും എല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു ഫേസർ സം ഓഫ് ദ 3 കറൻസ് അല്ലെങ്കിൽ 3 വോൾട്ടേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ്, IR + IY + IB, അതായത് നമ്മൾ ഇവിടെ നേരത്തെ ഇങ്ങനെ ഫിഗർ വരച്ചിരുന്നില്ലേ, IR + IY + IB ഈസ് ഈക്വൽ ടു IN എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. സോ വി ക്യാൻ റിമൂവ് ദിസ് ലൈൻ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫിഗർ എന്തായി, ഈ രീതിയിലായി.
അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനും കൂടിയും ഇവിടെ ഈ ലൈനും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് 3 phase 1 2 3 4 3 phase 4 വയർ സിസ്റ്റം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പം എന്തായി, ഇവിടെ ആകെയുള്ള വയറുകൾ ഏതാണ്, 6 IRൻ്റെ അവിടെ നിന്ന് പോണ്, വൈയുടെ അവിടെ നിന്ന് പോണ് ബി. സോ ദിസ് വിൽ ബി 3 phase 3 വയർ സിസ്റ്റം എന്ന് പറയാം. സിൻസ് എന്താണ് കാരണം, ഈ പറയുന്ന ഇമ്പിഡൻസ് എന്താണ്, ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് മാത്രമാണ് ഇത് പറ്റുന്നത്. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ പോണത്. Since the 3 impedances are identical, the 3 currents IR and IY and IB are equal in magnitude but displaced by 120 degree from one another and their phasor sum is 0. So, we can remove the neutral wire. അതാണ് നമ്മൾ റിമൂവ് ചെയ്ത്. This constitutes 3 phase 3 wire star connected system. Note that the loads should be identical in order to remove the neutral wire. ഞാൻ പറഞ്ഞില്ലേ, ഐഡൻറ്റിക്കൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഒരു കാര്യം പറയാൻ പോകണം. ഇനി നമ്മൾ ഇവിടുത്തെ ഒരു കാര്യം എന്താ പറയണത്, ഈ കാണുന്നതാണ് ഇതേവരെ നമ്മൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതേവരെ നമുക്ക് ജസ്റ്റ് ഒരു ഫേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതൊരു ഫേസാണ്, ആർ ഫേസ്, വൈ ഫേസ്, ബി ഫേസ്. അപ്പോൾ ഇത് ശരിക്കും എന്താണ്, ഫേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് മീൻ വൈൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ പോണതാണ് നമ്മൾ ലൈൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ശരിക്ക് ഒരു വോൾട്ടേജ്, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ് ശരിക്ക്, അതായത് ഒരു ന്യൂട്രലും ഒരു ലൈനും അല്ലെങ്കിൽ ഒരു ഫേസിന് അക്രോസ് ഉള്ള വോൾട്ടേജിനെയാണ് നമ്മൾ പറയുന്നത് ഫേസ് വോൾട്ടേജ് എന്ന് പറയാം. വി ഫേസ് അല്ലെങ്കിൽ ഫേസ് വോൾട്ടേജ് അല്ലെങ്കിൽ ഫേസ് വോൾട്ടേജ് പറയും. ഓക്കെ, ഇനി ഈ ലൈനിനും അതായത് ആർ ലൈനും വൈ ലൈനും അതിനെ നമ്മൾ വി ബി ആർ എന്ന് പേരിട്ടു. അതായത് നമ്മൾ ഇത് ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് വി ബി ആർ എന്ന് പേരിട്ടു. ഓക്കെ, അപ്പോൾ ബിയിൽ നിന്ന് ആറിലോട്ടുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ വി ബി ആർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ ടു ലൈൻസ്, ദാറ്റ് ഈസ് ടു ലൈൻസ് ആർ ആൻഡ് വൈ. സോ ഈ കാണുന്ന ലൈനിന് അക്രോസ് ഉള്ള വോൾട്ടേജിനെ പറയുന്ന പേരാണ് ലൈൻ വോൾട്ടേജ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് എഴുതാം, വി ലൈൻ എന്ന് എഴുതാം. അതേപോലെ ഇത് 2 ലൈനാണ്, ഇതും എന്താണ് ലൈൻ വോൾട്ടേജാണ്. കാരണം എന്താണ്, വൈയും ബിയും. അതേപോലെ എന്താണ്, ബിയും ആറും. അങ്ങനെ നമ്മൾക്ക് എന്താണ് 3 ലൈൻ വോൾട്ടേജ് ഉണ്ട്, 3 ഫേസ് വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഈ ഫേസിന് അക്രോസ് ഉള്ളതും ഈ ഫേസിന് അക്രോസ് ഉള്ളതും ഇതൊക്കെ എന്താണ് ഫേസ് വോൾട്ടേജാണ്. ബട്ട് ഈ ലൈനിന് അക്രോസ് വരുന്നത് ഒരു ലൈൻ വോൾട്ടേജ്, ഈ ലൈനിന് അക്രോസ് വരുന്നത് ഒരു ലൈൻ വോൾട്ടേജ്, ഇതിനും അക്രോസ് വരുന്നത് എന്താണ് വേറെ ലൈൻ വോൾട്ടേജ്. സോ വി ഹാവ് 3 ലൈൻ വോൾട്ടേജസ് ആസ് വെൽ ആസ് 3 ഫേസ് വോൾട്ടേജസ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ പറയുന്ന ഫേസ് വോൾട്ടേജും ഈ പറയുന്ന ലൈൻ വോൾട്ടേജും, അതായത് വി എൽ എന്ന് നമ്മൾ എടുക്കുകയാണ്, ഇത് വി ഫേസ്, ഈ പറയുന്ന രണ്ടും എന്താണ് സെയിം ക്വാണ്ടിറ്റി അല്ല. ഡെഫിനറ്റ്ലി ദർ ഇസ് എ ഡിഫറൻസ്. എപ്പോഴും ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അതെങ്ങനെ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ലൈൻ വോൾട്ടേജിനായിരിക്കും അല്ലെങ്കിൽ ലൈൻ ക്വാണ്ടിറ്റിക്കായിരിക്കും എപ്പോഴും എന്താണ് ഹയർ വാല്യൂ ഉണ്ടാവുക. അപ്പോൾ ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ വി ലൈൻ ഈസ് ഈക്വൽ ടു √3 വി ഫേസ് ആണെന്ന് ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എങ്ങനെയെന്നുള്ളത് ഞാൻ അടുത്തതിൽ പറഞ്ഞുതരും. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വി എൽ ഈസ് ഈക്വൽ ടു √3 വി ഫേസ് ആണ്. അതേപോലെ കറണ്ടിൻ്റെ കേസ് എടുക്കുക. കറണ്ടിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ KCL അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് കണ്ടോ, IR ഇങ്ങനെ വന്നു അല്ലേ, IR ഇങ്ങനെ വന്നത് സെയിം ഇവിടുന്ന് IR വരുന്നത് സെയിം ലൈനിൽ പോകണം. അതായത് ഈ ഫേസിലൂടെ വന്ന കറണ്ട് തന്നെയാണ് ലൈനിലൂടെയും പോകുന്നത്. അതുപോലെ ഈ ഫേസിലൂടെ പോണ IY ആണ് ഇതിനെ പോണ IY, അതായത് ഈ ഫേസ് കറണ്ട് തന്നെയാണ് ഇത്. സോ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ നമ്മൾ ആലോചിച്ച് വെക്കുക, IL ഈസ് ഈക്വൽ ടു I ഫേസ് ആൻഡ് VL ഈസ് ഈക്വൽ ടു √3 വി ഫേസ്. ഈ റിലേഷൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ദ വോൾട്ടേജ് ബിറ്റ്വീൻ എനി ലൈൻ ആൻഡ് ന്യൂട്രൽ ഓർ എനി across a phase is called phase voltage. Thus ERN, EYN and EBN are the phase voltages. They are equal in magnitude and displaced each by 120 degree. Okay, the voltage between any two lines is called line voltage. Thus VRY, VYB and VBR are the line voltages and they are equal in magnitude and displaced each by 120 degree apart. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ഫേസ് വോൾട്ടേജ് അങ്ങനെയാണ് വരിക. ദ അഡ്വാൻറ്റേജസ് ഓഫ് കണക്റ്റിംഗ് 3 phases in star is that we are able to utilize phase voltage as well as line voltage. ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും ഒപ്പം യൂസ് ചെയ്യാം. കാരണം രണ്ടും 2 വാല്യൂ ആണ്.
ഫേസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ഫേസ് വോൾട്ടേജ്. അല്ലാതെ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ഫേസ് വോൾട്ടേജ് ആണ്. അല്ലാതെ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്താണ്? ഫേസ് വോൾട്ടേജ് അല്ല. അതുകൊണ്ട് വി ക്യാൻ യൂട്ടിലൈസ് both phase voltage as well as the line voltage. That is the main advantage of a star connected system. ഇനി നമ്മൾ പറഞ്ഞ വോൾട്ടേജും കറൻറ്റും ഇൻ എ ബാലൻസ്ഡ് സർക്യൂട്ട്, അതായത് വി എൽ എന്താണ്, ഐ എൽ എന്താണ്, അതാണ് നമ്മൾ പറയുന്നത്. ഫിഗർ 39 ഷോസ് എ ബാലൻസ്ഡ് 3-phase സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ഇൻ വിച്ച് ആർ എം എസ് വാല്യൂ ഓഫ് ദ ഇ എം എഫ് ജനറേറ്റഡ് ഇൻ ദ 3 phases ആർ ഇ ആർ എൻ, ഇ വൈ എൻ ആൻഡ് ഇ ബി എൻ. ഈ കാണിച്ചതാണത് ഇ ആർ എൻ, ഇ വൈ എൻ ആൻഡ് ഇ ബി എൻ. ഓക്കെ, അപ്പോൾ ഈ വരച്ചതാണ് ആ ഫിഗറിൻ്റെ കാണിച്ചത് ഇ ആർ എൻ, ഇ വൈ എൻ, ഇ ബി എൻ. ഇനി ഇവിടെ നമ്മൾ പറയണത് എന്താ വെച്ചാൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ലൈൻസ്, അതായത് എനി ടു ലൈൻസ് ഈസ് കോൾഡ് ലൈൻ വോൾട്ടേജ്. ഈ ലൈനും ഈ ലൈനും ആവാം, അല്ലെങ്കിൽ ഈ ലൈനും ഈ ലൈനും ആവാം. അപ്പോൾ ഈ ലൈനും ഈ ലൈനുള്ളതിനാണ് നമ്മൾ വി ബി ആർ എന്ന് പറയാം. അല്ല, ആറും വൈയും തമ്മിലുള്ളതിന് വി ആർ വൈ എന്ന് പറയും, ബിയും ആറും തമ്മിലുള്ളതിന് വി ബി ആർ എന്ന് പറയും, വി വൈ ബി അങ്ങനെ പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയണത് നമ്മളുടെ ലൈൻ വോൾട്ടേജസ്. ഫേസ് വോൾട്ടേജ് പറഞ്ഞാൽ ഇ ആർ എൻ, ഇ വൈ എൻ ആൻഡ് ഇ ബി എൻ. ഇനി വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ലൈൻ വോൾട്ടേജ് ആൻഡ് ഫേസ് വോൾട്ടേജ് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആർ ആൻഡ് വൈ ഈസ് കോൾഡ് വി ആർ വൈ. അപ്പോൾ അതെന്താണ് ശരിക്ക്? ഇ ആർ എൻ മൈനസ് ഇ വൈ എൻ ആണത്. ഓക്കെ, അപ്പോൾ വി ആർ വൈ ഈസ് നത്തിങ് ബട്ട് ഫേസർ ഡിഫറൻസ് ഓഫ് ഇ ആർ എൻ ആൻഡ് ഇ വൈ എൻ. അപ്പോൾ ഇതിന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് വരക്കണം. ഓക്കെ, സിമിലർലി വി വൈ ബി ഈസ് ദ ലൈൻ വോൾട്ടേജ് ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ വൈ ആൻഡ് ബി, ഓർ വി വൈ ബി ഈസ് ഈക്വൽ ടു വി വൈ. അപ്പോൾ ഏതാണ്? ഇ വൈ എൻ. ഇ വൈ എൻ മൈനസ് ഏതാണ്? ബി, ഇ ബി എൻ, ഫേസർ ഡിഫറൻസ് ഓഫ് ഇ ബി എൻ. സിമിലർലി വി ബി ആർ ഈസ് ഈക്വൽ ടു ഇ ബി എൻ മൈനസ് ഇ ആർ എൻ. ഓക്കെ, വി ബി ആർ ഈസ് ഈക്വൽ ടു ബി, ഇത് എവിടുന്ന വരുന്നത്? ഇവിടെ ഇതാ ഇ ബി എൻ മൈനസ് ഇ ആർ എൻ. സോ അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും എന്താണെന്ന് നോക്കാൻ പോകണം. അപ്പോൾ വി ആർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ആർ എൻ മൈനസ് ഇ വൈ എൻ, ദാറ്റ് ഈസ് ഫേസർ ഡിഫറൻസ് ഓഫ് ഇ ആർ എൻ ആൻഡ് ഇ വൈ എൻ ആണ്. ഓക്കെ, അതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വെക്റ്റർ ഡയഗ്രം നമ്മൾ വരയ്ക്കാൻ പോകും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ഇ ആർ എൻ എന്നുള്ള വാല്യൂ വരച്ചു. അവിടുന്ന് 120 ഡിഗ്രി കഴിഞ്ഞിട്ട് ആരെ വരച്ചു? ഇ വൈ എന്നും ഇ ബി എനും. ഇ ആർ എൻ അവിടുന്ന് 120 ഡിഗ്രി കഴിഞ്ഞിട്ട് ഇ വൈ എന്നെ വരച്ചു. അവിടുന്ന് 120 ഡിഗ്രി കഴിഞ്ഞിട്ട് ആരെ വരച്ചു? ഇ ബി എന്നെ വരച്ചു. ഓക്കെ, ഇനി നമുക്കെന്താണ്? ഇ ആർ എൻ ഉണ്ട്, ഇ എൻ ഉണ്ട്, ഇ ബി എൻ ഉണ്ട്. അത്രയും അറിയാലോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വി ആർ വൈ കണ്ടുപിടിക്കണം, അല്ലേ? വി ആർ വൈ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഇ ആർ എൻ മൈനസ് ഇ വൈ എൻ ആണ്. ഇവിടെ നോക്കിയേ, ഇ ആർ എൻ മൈനസ് ഇ വൈ എൻ. അപ്പോൾ ഇ ആർ എൻ നമുക്ക് ഇവിടെ ഉണ്ട്, മൈനസ് ഇ വൈ എൻ ഉണ്ടോ? ഇല്ല. പക്ഷേ ഇ വൈ എൻ ഇവിടെ ഉണ്ട്, അല്ലേ? മൈനസ് ഇ വൈ എൻ കിട്ടണം എന്ത് ചെയ്യണം? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്തു? ഇവനെ പിടിച്ച് വരച്ചു. ഞാൻ കളറൊന്ന് മാറ്റാൻ മനസ്സിലാവും. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇവനെ പിടിച്ച് വരച്ചു. ഇതിൻ്റെ വെക്റ്റർ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ദിസ്. സോ അതിൻ്റെ ക്വാണ്ടിറ്റി എന്തായി? ഈ വി ആർ വൈ എന്നുള്ളത് വന്നു. അങ്ങനെയാണ് അത് വന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? അപ്പോൾ വി ആർ വൈ വരച്ചു. ഇനി അതേപോലെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് വി വൈ ബി. വി വൈ ബി ശരിക്കും നോക്കുക. വി വൈ ബി ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ ഫേസർ ഡിഫറൻസ് ഓഫ് ഇ വൈ എൻ, ദിസ് വൺ ഇ വൈ എൻ ആൻഡ് ദിസ് ഇ ബി എൻ മൈനസ് ഇ ബി എൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് വി വൈ ബി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇ വൈ എൻ ഉണ്ടോ എന്ന് നോക്കും. ഇ വൈ എൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇ വൈ എൻ ഉണ്ട്. പിന്നെ വേണ്ട എന്താണ്? മൈനസ് ഇ ബി എൻ ആണ്. അപ്പോൾ ഇ ബി എൻ്റെ ഓപ്പോസിറ്റിലേക്ക് വരച്ചാൽ മതി. ഇവിടെ ഇ ബി എൻ ഉണ്ട്. ഇ ബി എന്നെ പിടിച്ചിട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റായിട്ട് വരച്ചു.
ഇതിൻ്റെ ഫേസർ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസർ ഇതിൻ്റെ ഫേസർ സമ്മും ഇതിൻ്റെ ഫേസർ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൈ ബി, അതല്ലേ, ഇ വൈ എൻ മൈനസ് ഇ ബി എൻ, ദറ്റ് ഈസ് വി വൈ ബി. യു വിൽ ഗെറ്റ് വി വൈ ബി. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് വി ബി ആർ. വി ബി ആർ ഈസ് ഈക്വൽ ടു, വി ബി ആറിൻ്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് വരുന്നത്? ഇതാ ഇവിടുന്ന്. അപ്പോൾ ആരായി? ഇ ബി എൻ മൈനസ് പിന്നെ ആരാണ് ആൾ? ഇ ആർ എൻ. അപ്പോൾ ഇതിവിടെ നോക്കണമെങ്കിൽ വി ബി ആർ കിട്ടണമെങ്കിൽ ആദ്യം ഇ ബി എൻ നമുക്കുണ്ടോ നോക്കാം. ഇതാണ് ഇ ആർ എൻ, ഇതാണ് ഇ ബി എൻ. യെസ്, ഇറ്റ് ഈസ് ദർ ഇ ബി എൻ. ഓക്കെ, ദെൻ മൈനസ് ഇ ആർ എൻ. അപ്പോൾ ഇ ആർ എന്നിൻ്റെ മൈനസ് എടുക്കണം. ഇവിടെയാണ് ഇ ആർ എൻ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മൈനസ് എന്തായി? ഓപ്പോസിറ്റിൽ വന്നു. ഇതിൻ്റെ ഫേസർ സമ്മാണ്, രണ്ടിൻ്റെ കൂടിയിട്ടുള്ള ഫേസർ സമ്മാണ് എന്ത് പറയണത്? വി ബി എന്നും. അങ്ങനെയാണ് ഈ ഫേസർ സം വരച്ചത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വി ആർ വൈയും ഇതും തമ്മിൽ 120 ഡിഗ്രിയാണ്, ഇതും തമ്മിൽ 120 ഡിഗ്രിയാണ്, ഇതും തമ്മിൽ 120 ഡിഗ്രിയാണ്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കാണുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആർ വൈ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ഇ ആർ എൻ വരുന്നത്. അതായത് ഒരു ഫേസ് ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് പറയാം. ടു സബ്സ്ട്രാക്ട് ഇ വൈ എൻ ഫ്രം ഇ ആർ എൻ, ദ റിവേഴ്സ് ദ ഫേസർ ഇ വൈ എൻ ആൻഡ് ഫൈൻഡ് ദ ഫേസർ സം ആൻഡ് ഇ ആർ എൻ ആസ് ഷോൺ ഇൻ ദ ഫേസർ ഡയഗ്രം. നമ്മൾ നേരത്തെ വരച്ചു. ദെൻ ദ ടു ഫേസർ ഇ ആർ എൻ ആൻഡ് മൈനസ് ഇ വൈ എൻ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, അല്ലേ? സെയിം മാഗ്നിറ്റ്യൂഡാണ്. അതിനെ നമ്മൾ ഈ ഫേസ് ആക്കി എടുത്തു, ആൻഡ് 60 ഡിഗ്രി അപ്പാർട്ട്. അതെങ്ങനെയാണ്? ദാ ഇ ആർ എന്നും ഇ വൈ എന്നും തമ്മിൽ എന്താ? മൈനസ് ഇ വൈ എന്നും തമ്മിൽ 60 ഡിഗ്രി അല്ലേ? അതാണ് പറയുന്നത്, ആൻഡ് 60 ഡിഗ്രി അപ്പാർട്ട്. സോ അതിനെങ്ങനെ എഴുതാം? 2 ഇ ഫേസ് കോസ് 60 ഡിഗ്രി ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, കാരണം എന്താണ്? വി ആർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നേർ പകുതിയിൽ കൂടെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ 60 ഡിഗ്രി ബൈ 2. സോ ഇറ്റ് വിൽ ബി 2 ഇ ഫേസ് കോസ് 30 ഡിഗ്രി. സോ ഇ ഫേസ് ഇൻറ്റു √3 എന്നുള്ള കണ്ടീഷൻ വന്നു. ഓക്കെ, കോസ് 30 എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇത് നോക്കുമ്പോൾ √3 ഇ ഫേസ്. സോ വി ആർ വൈ ഈസിക്കൽ √3 ഇ ഫേസ്. ഈ വി ആർ വൈ എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ്, ഇ ഫേസ് ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് എഴുതി തന്നത് വി ലൈൻ ഈസിക്കൽ ടു √3 വി ഫേസ് ഓർ √3 ഇ ഫേസ്, എങ്ങനെ വേണമെങ്കിലും പറയാം, നോ പ്രോബ്ലം. അതേപോലെ സിമിലർലി വി വൈ ബി ചെയ്തു, വി ബി ആർ ചെയ്തു, നമ്മൾ ആ വരച്ചില്ലേ, അതാണിത്. So, hence in a balanced 3-phase connection, we can say that line voltage is equal VL is equal to √3 phase. All line voltages are equal in magnitude and 120 degree apart each other. ശരിയല്ലേ? ഞാൻ വരച്ച് കാണിച്ചത് വി എൽ ആർ 30 ഡിഗ്രി അഹെഡ് ഓഫ് ദെയർ റെസ്പെക്റ്റീവ് ഇ ഫേസ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 30 ഡിഗ്രി എപ്പോഴും ലൈൻ വോൾട്ടേജ് റെസ്പെക്റ്റീവ് ഫേസ് വോൾട്ടേജിനെക്കാട്ടും മുന്നിലായിരിക്കും. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലൈൻ കറണ്ട് ആൻഡ് ഫേസ് കറണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും പറഞ്ഞ പോലെ നമുക്കിവിടെ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും. അപ്പോൾ നമ്മളിവിടെ നോക്കുക, ഇവിടുത്തെ ലൈൻ കറണ്ട് ഉണ്ട്, ഈ ഐ ആർ ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ട് ജേനെ പോകുന്നത്. ഇവിടെ ഒരു ബ്രാഞ്ച് എങ്ങോട്ടും പോകുന്നില്ല, ഇല്ലേ? അപ്പോൾ ഇതാണ് ഈ വാല്യൂ സെയിം ആണ് നമുക്കറിയാം. അതേപോലെ ഐ വൈയും ഈ ഐ വൈയും സെയിം ആണ്, ഐ ബിയും ഇതും സെയിം ആണ്. ഇത് ഫേസ് ആണ്, ഇത് ലൈനാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഐ എൽ ഈസ് ഈക്വൽ ടു ഐ ഫേസ്, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ പോലെ ജസ്റ്റ് ഇ ആർ എൻ, ഇ വൈ എൻ, ഇ ബി എൻ മൂന്നും വരച്ചു വെച്ചു. എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ വി ആർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇ ആർ എൻ മൈനസ് ഇ വൈ എൻ ആണ്. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടുന്ന് മൈനസ് ഇ വൈ എൻ വരച്ചിട്ട് വരച്ചു വെച്ചു. ജസ്റ്റ് ഒരു ഇതിന് നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇനി ഇതിനെക്കാട്ടും ഒരു ആംഗിൾ ഫൈ ലാഗ് ചെയ്തിട്ടാണ്, ഫേസിനെ ലാഗ് ചെയ്തിട്ടാണ് ആര് വരിക? ഈ ഫേസ് കറണ്ട്, ഫേസ് വോൾട്ടേജിനെ ലാഗ് ചെയ്തിട്ടാണ് ഫേസ് വോൾട്ടേജ് വരിക. ഓക്കെ, അപ്പോൾ ഇതിനെ ഫേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇതൊക്കെ എന്ത് ചെയ്യും? ലാഗ് ചെയ്യും. സോ വി ക്യാൻ സേ ദാറ്റ് the current line current and phase current are same, but they are lagging with respect to phase voltage. In this, the line current IL is equal to I phase. For a balanced load, all currents are equal in magnitude and 120 degree apart from each other. The phase angle between phase voltage and phase current is phi, that is, it has lagging power factor. കാരണം നമ്മൾ വൈൻഡിങ്സ് വെച്ചിട്ടാണ് ഇപ്പോൾ നോക്കിയത്, ഒരു ഇൻഡക്റ്റീവ് നേച്ചർ അല്ലേ. സോ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ഫേസ് വോൾട്ടേജ് ആൻഡ് ഫേസ് കറണ്ട് ഈസ് ഫൈ ആൻഡ് ഹാസ് എ ലാഗിങ് പവർ ഫാക്ടർ. മറക്കരുത്, ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ വോൾട്ടേജ് ആൻഡ് ലൈൻ കറണ്ട് ഈസ് 30 + 5. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലൈൻ വോൾട്ടേജും
ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജ്, അതായത് ലൈൻ വോൾട്ടേജ് കഴിഞ്ഞിട്ട് ഒരു 30 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്, ഫേസ് വോൾട്ടേജ് വരുന്നത്. ഫേസ് വോൾട്ടേജ് കഴിഞ്ഞിട്ട് ഒരു ഫേസ് ആംഗിൾ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്, ഐ ഫേസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ലൈൻ വോൾട്ടേജും ഐ ഫേസും തമ്മിലുള്ള ഇതെന്തായിരിക്കും, 5 + 30 ആയിരിക്കും. അതാണ് ഈ 30 + 5 എന്ന് പറയുന്നത്. Hence in a balanced circuit we can say that three-phase connection we can say that line current IL is equal to I phase. All line current are equal in magnitude, that is I phase, but displaced by 120 degree from each other. The phase angle between corresponding line voltage and line current is 30 ± depending upon plus or minus 5 depending upon the load. If it is inductive load, it is 30 + 5, and if it is capacity load, it will be 30 - 5. Phase angle between corresponding phase voltage and phase current is plus or minus 5 depending upon load. അത് നമുക്ക് അറിയാം. Then power, total power. What will be the total power in a star connected circuit? Total power is equal to ഓരോ ഫേസിലുള്ള പവർ അല്ലേ, അപ്പോൾ 3 ഫേസിലുള്ള പവർ ഈക്വൽ ആണ്, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. അപ്പോൾ 3 × ഫേസ് പവർ ചെയ്തവർ, ദാറ്റ് ഈസ് total power is equal to P is equal to 3 × power in each phase, that is 3 × V phase × I phase × cos phi. ഇനി V phase എന്താണെന്ന് നമുക്കറിയാം VL is equal to √3 V phase ആണ്. സോ V phase is equal to എന്താണ്, VL/√3. അപ്പോൾ എന്ത് ചെയ്തു, ഈ V phase-ന് വരെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, VL/√3 എന്നിട്ടു. I phase-ഉം IL-ഉം സെയിം ആണ് ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ, അപ്പോൾ അത് സെയിം ആയിട്ട് എഴുതി. അപ്പോൾ 3-യും √3-യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ √3. അപ്പോൾ എപ്പോഴും ആലോചിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫേസിൻ്റെ വാല്യൂവിലാണ് പറയണമെങ്കിൽ ഇറ്റ് ഈസ് 3 phase 3 × V phase × I phase × cos phi. ലൈൻ വോൾട്ടേജ് ആണെങ്കിൽ ലൈൻ വാല്യൂസ് ആണെങ്കിൽ P is equal to √3 VL/IL cos phi. ഇത് തെറ്റരുത്, ഇത് ആലോചിച്ച് വെക്കണം. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമ്മൾ ഡെൽറ്റ കണക്ഷൻ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോബ്ലംസ് ചെയ്യും.